ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്? റബീഉൽ അവ്വൽ 12 AD 571. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എവിടെ? മക്കയിൽ. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര? 53 വയസ്സ്. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചക പത്നിമാരെ വിളിക്കുന്ന പേരെന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച വർഷം ഏത്? ഹിജ്റ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? ഖുറൈശി ഗോത്രം. സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ്? ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും. അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു? 10ാമത്തെ പുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 4 പേർ. അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബ്. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? യൗമുൽ ഫുർഖാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ്? ഷാമിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതാര്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ബനു സഅദ് ഗോത്രം. ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉമ്മു കബശത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പേര്? ഖസ്വ. മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്? 4 തവണ. ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആര്? ഹുബാബ് ഇബ്ൻ മുൻദിർ റളിയല്ലാഹു അൻഹു.
ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ പിതാമഹൻ്റെ പേരെന്ത്? അബ്ദുൽ മുത്തലിബ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു? അൽ അമീൻ, സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു? ആടുമേയ്ക്കൽ. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിനിടയിൽ എത്ര ഉംറയാണ് നിർവഹിച്ചത്? 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നിയുടെ പേരെന്ത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത്? ഹിറാ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത്. ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നൂർ പർവ്വതത്തിൽ. ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്ര? 25 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര്? അസ്മാ ബിൻത് അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി എന്തായിരുന്നു? കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. സെയ്ഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? വഹബ് ബിൻ സുഹൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത്? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത്? റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം 7 മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ്? സൗർ ഗുഹ. ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട യുദ്ധം ഏത്? ഉഹുദ് യുദ്ധം.
ഏത് ഗോത്രത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയത്? സഖീഫ് ഗോത്രത്തിൻ്റെ. ഇസ്ലാമിൽ ആദ്യമായി അമ്പ് എറിഞ്ഞ സ്വഹാബി ആര്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മാതാപിതാക്കളുടെ വഫാത്തിനു ശേഷം അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിൽ ഏതു പരിചാരികയുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്? ഉമ്മു ഐമൻ. നാളെ ലോകാവസാനം ആണെന്ന് അറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ നാം മടിക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞതാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ്? 10ാമത്തെ വർഷത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുലകുടിച്ചിരുന്ന ഹലീമ ബീവിയുടെ സ്വന്തം മകൻ്റെ പേര് എന്തായിരുന്നു? ലംറത്ത്. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത്? ബദർ യുദ്ധം. ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് അണി ശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സ്വഹാബി ആര്? സവാദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? സുമയ്യ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യൻ്റെ പേരെന്ത്? അബൂലഹബ്. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ? 40ാം വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത്? പിതാവ് നബിയെ ഗർഭം ചുമന്ന് 2 മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ 6ാം വയസ്സിലും ആണ് വഫാത്തായത്. നബി പുത്രി ഉമ്മു കുൽസുവിനെ വിവാഹം ചെയ്ത സ്വഹാബി ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത്? ത്വലഅൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം. ഇമാം അബൂ ഹനീഫയെ ചാട്ടവാറ് കൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ ആര്? യസീദ് ബിൻ ഹുബൈറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എന്ന്? റബീഉൽ അവ്വൽ 12, 63ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏത്? തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയം സുബ്ഹിയോടടുത്ത സമയം. ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആര്? ഔഫിൻ്റെ മകൾ ഷിഫാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലയുടെയും പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെയും മാതാവ് ആര്? ഫാത്തിമ ബിൻത് അംർ അൽ മഖ്സൂമിയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യക ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക അടിമ ആര്? മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹ. മറഞ്ഞ രൂപത്തിൽ ഒരാൾക്ക് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. വ്യക്തി ആര്? നജ്ജാശി രാജാവ്. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടുള്ളൂ. ഏതാണ് ആ ഭാര്യ? ആയിഷ റളിയല്ലാഹു അൻഹ. ഷിഅബ് അബി ത്വാലിബിൽ, അതായത് അബൂ ത്വാലിബിൻ്റെ വീട് ഉപരോധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞ ഏക ഭാര്യ? ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ച ഏക ഭാര്യ? സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം? ഫാത്തിമ റളിയല്ലാഹു അൻഹ. കലീമുള്ള എന്ന് വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര്? മൂസ അലൈഹിസ്സലാം. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യത്തെ വേദഗ്രന്ഥം ഏത്? തൗറാത്ത്. നബിയുടെ കുടുംബനാമം? ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തിയ കാലം? 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രബോധനം നടത്തിയ കാലം? 10 വർഷം. ഖുർആനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ? മൂസ അലൈഹിസ്സലാം. ആദം നബിയുടെ 2 പുത്രന്മാർ ആരെല്ലാം?
ഹാബീൽ, കാബീൽ. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം മറിയം ബീവി. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ മറിയം ബീവി. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത ഹഫ്സ ബിൻത് ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആൻ 10ഓളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണിയാൾ? വലീദ് ബിൻ മുഗീറ. ഏറ്റവും ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം മുവത്ത. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി ഹഫ്സ റളിയല്ലാഹു അൻഹ. ഒറ്റത്തവണ പൂർണ്ണമായി അവതരിച്ച സൂറത്ത് സൂറത്തുൽ അൻആം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനം മാറ്റത്തിനിടയാക്കിയ സൂറത്ത് സൂറത്തു ത്വാഹ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? ആയത്തുദ്ദൈൻ. അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏത്? സൂറത്തുൽ അസ്ർ. മിഅ്റാജിൽ അല്ലാഹുവുമായി സംഭാഷണം നടന്ന സ്ഥലം സിദ്റത്തുൽ മുൻതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരകങ്ങൾ കണ്ട ദിവസം ഏത്? മിഅ്റാജ് ദിനം. മിഅ്റാജ് യാത്രയിൽ ആദ്യമെത്തിയ സ്ഥലം ബൈത്തുൽ മുഖദ്ദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തതാര്? സൈനബ് ബിൻത് ജഹ്ഷ്. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫതഹ് 29-ാം ആയത്ത്. യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു? ഒരു തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഹിജ്റ 10-ാം വർഷം. ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആരായിരുന്നു? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.